ടിയർ ഗ്യാസ് ഷെല്ലുകൾ വീണ്ടും കർഷകർക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഹരിയാന പോലീസ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കങ്കർ നദി കടന്ന് ഹരിയാനയിലേക്ക് പ്രവേശിക്കാനുള്ള കർഷകരുടെ ശ്രമം വീണ്ടും ഹരിയാന പോലീസ് നേരിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ശംഭു അതിർത്തിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ടിയർ ഗ്യാസ് ഷെല്ലുകൾ, കണ്ണീർ വാതക പ്രയോഗം കർഷകർക്ക് നേരെ നടത്തുന്നു. ഇന്നലെ ഉച്ച മുതൽ ശംഭുവിലുള്ള കാഴ്ച ഇതായിരുന്നു. ഇപ്പോഴും മാറ്റമില്ല. തുടർച്ചയായി കർഷകർക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗമാണ്. കങ്കർ നദി കടന്ന് മുന്നോട്ട് പോകാനുള്ള കർഷകരുടെ ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അനുവദിച്ച് നൽകില്ല എന്ന് ഹരിയാന പോലീസ് പറയുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് അല്പസമയം മുൻപ് വരെ ആയിരക്കണക്കിന് കർഷകർ കൂടി നിന്നത്. ഇതിന് പുറകിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പോൾ കണ്ണീർ വാതക പ്രയോഗം നടത്തിയ സ്ഥലത്തിന് പുറകിലാണ് ഏതാണ്ട് 3 കിലോമീറ്ററിലധികം ദൂരം കർഷകർ ട്രാക്ടറിൽ ഇരിക്കുന്നത്. കങ്കർ നദിക്ക് കുറുകെയുള്ള പാലമാണ് ശംഭുവിൽ. ആ പാലത്തിന് മുകളിൽ ഏതാണ്ട് പകുതി ദൂരം ഇന്നലെ തന്നെ കർഷകർ അവിടെയുള്ള ഹരിയാന പോലീസ് തീർത്ത ബാരിക്കേഡുകൾ മറികടക്കുകയോ അല്ലെങ്കിൽ ഹരിയാന പോലീസിന്റെ ബാരിക്കേഡുകൾ എടുത്ത് പുഴയിലേക്ക് എറിയുകയോ ചെയ്തതാണ്. അതിന് പാതിയിൽ അപ്പുറത്തേക്കുള്ള വഴിയിലാണ് ഈ പോലീസ് നിൽക്കുന്നത്. പോലീസ് പലതവണയായി കർഷകരോട് പറയുന്നുണ്ടായിരുന്നു, പാലം കടന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കരുത്, ഞങ്ങൾ നേരിടുമെന്ന് പലതവണ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതും കേൾക്കാതെ പാലത്തിലേക്ക് കയറാൻ ശ്രമിച്ച കർഷകരെയാണ് പോലീസ് നേരിടുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹരിയാന പോലീസ് സർവ്വസജ്ജരായി കങ്കർ നദിക്ക് മുകളിലുള്ള പാലത്തിൽ നിൽക്കുന്നു. ഇപ്പുറത്ത് ഇപ്പോൾ ഈ ടിയർ ഗ്യാസ് പ്രയോഗത്തിന് ശേഷം വളരെ കുറച്ച് കർഷകർ മാത്രമാണ് ഈ പാലത്തിന് തൊട്ടടുത്തുള്ളത്. എല്ലാവരും പിൻവാങ്ങി ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ പുഴ കടന്ന് വേണം പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ. ഹരിയാനയിൽ കടന്ന് 190 മീറ്റർ നടന്നോ അതല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിച്ചോ വേണം ഡൽഹി അതിർത്തിയിലേക്ക് എത്താൻ. അതിന് അനുവദിക്കുകയില്ല എന്ന് ഹരിയാന പോലീസ് വ്യക്തമാക്കുന്നു. ഒരു യുദ്ധ സമാന സാഹചര്യം എന്ന് പറയാം രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യം രൂക്ഷമായ ഗന്ധം ടിയർ ഗ്യാസിന്റെ, കണ്ണെരിച്ചിൽ തുടങ്ങിയിട്ടുള്ളവ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കർഷകർ സ്വീകരിക്കുന്ന നിലപാട് ഡൽഹിയിലേക്ക് പോകണമോ അല്ലെങ്കിൽ എപ്പോൾ പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കർഷക നേതാക്കൾ ചർച്ച നടത്തുകയാണ്. എന്തായാലും സംഘർഷഭരിതമായ അന്തരീക്ഷം അതിർത്തിയിൽ എന്ന് തന്നെ ഈ നിമിഷവും ശംഭു അതിർത്തിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു. വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.